തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 1-ാം അധ്യായം. സോളമന്റെ ജ്ഞാനം. ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി. കർത്താവിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിൻ്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിൻ്റെ പേടകം ദാവീദ് കിരിയാത്ത് യായീറിമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഹൂറിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലേൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബിയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലി അർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, "നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുക." സോളമൻ പ്രതിവചിച്ചു, "എൻ്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും?" ദൈവം സോളമന് ഉത്തരമരുളി, "കൊള്ളാം. സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുനിഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി. നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും." സോളമന്റെ സമ്പത്ത്. സോളമൻ ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തെ സമാഗമ കൂടാരത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1400 രഥങ്ങളും 12000 പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു. അവരെ തൻ്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കൂവയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കൂവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമൊന്നിന് 600 ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് 150 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 2-ാം അധ്യായം.
ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു. 70,000 ചുമട്ടുകാരെയും 80,000 കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കുവാൻ 3,600 പേരെയും സോളമൻ നിയമിച്ചു. ടയർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു. എൻ്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത്. അതുപോലെ എനിക്കും തരിക. സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാബത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിൻ്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ദ്രുമം, കടും ചുമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലകളിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക. യൂദായിലും ജെറുസലേമിലും നിന്ന് എൻ്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരുടെ കൂടെ അവനും ചേരട്ടെ. അതിനാൽ ലെബനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക. നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം. എൻ്റെ ജോലിക്കാരെയും അവരോട് കൂടെ നിർത്താം. ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വളരെയധികം തടി ആവശ്യമുണ്ട്. നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് 20,000 കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും 20,000 ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം. ടയർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു. കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർ രാജാവായി നിയമിച്ചത്. കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാം അബിയെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നു. അവൻ്റെ അമ്മ ദാൻ ഗോത്രജ്ഞയും പിതാവ് ടയർ ദേശക്കാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ദ്രുമം, കടും ചുമപ്പു നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ്. അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവീദിൻ്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനാണ്. അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക. ആവശ്യമുള്ളത്ര തടി ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ എത്തിക്കാം. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നീട് പിതാവായ ദാവീദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു. അവർ 1,83,600 പേർ ഉണ്ടായിരുന്നു. അതിൽ 70,000 പേരെ ചുമട്ടുകാരും 80,000 പേരെ കല്ലുവെട്ടുകാരും 3,600 പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു.
ദിനവൃത്താന്തം 2-ാം പുസ്തകം 3-ാം അധ്യായം. ദേവാലയ നിർമ്മാണം. ജെറുസലേമിൽ തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസ്യനായ ഒർന്നാന്റെ മെതിക്കളത്തില് ദാവീദ് കണ്ടുവച്ച സ്ഥാനത്തു തന്നെയാണ് പണിതത്. ഭരണത്തിന്റെ 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉണ്ടായിരുന്നു. ഉയരം 120 മുഴവും. അതിന്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു, അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു. പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു. ആലയം രത്നം കൊണ്ടും പാർവമയിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ, ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരുമേൽ കെരൂബുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു. ശ്രീകോവിലും പണിതു. അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനി തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളിക മുറികളും പൊന്നു പതിച്ചതായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി. അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂബുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും 2 അറ്റത്തുമുള്ളവ ആലയത്തിന്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂബുകൾ നിലകൊണ്ടത്. നീലം, ദ്രുമം, കടും ചെമപ്പു നൂലുകൾ, നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂബുകളുടെ ചിത്രപ്പണിയോട് പണിയുള്ള ഒരു തിരശ്ശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിനു മുൻപിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്ക് മുകളിൽ 5 മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കി വച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാഖിൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 4-ാം അധ്യായം. ദേവാലയ ഉപകരണങ്ങൾ. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിന്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിന്റെ വക്കിനു താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ കൊത്തി ഉണ്ടാക്കിയിരുന്നു. കായ്കൾ 2 നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിന് ഒരു കൈപ്പത്തി ഘനം. അതിന്റെ വക്ക് പാനപാത്രത്തിൻ്റേതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു.
വട്ടത്തിലുള്ള 10 ക്ഷാളന പാത്രങ്ങളുണ്ടാക്കി 5 തെക്കുവശത്തും 5 വടക്കുവശത്തും വെച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 വീതം ആലയത്തിന്റെ തെക്കും വടക്കുമായി വെച്ചു. തെക്കും വടക്കും 5 വീതം 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണത്താലങ്ങളും ഉണ്ടാക്കി വെച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു. ആലയത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയും ഉണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലേക്കുള്ള പോതികകൾ, പോതികളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലുള്ള ചിത്രപ്പണികൾ, സ്തംഭങ്ങളുടെ മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 നിര വീതം 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ക്ഷാളന പാത്രങ്ങളും, ജലസംഭരണിയും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ചു ഹൂരാം അബി സോളമന് നൽകി. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായ്ക്കും മധ്യയുള്ള കളിമൺകളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിന്റെ ആകെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണ്ണ ബലിപീഠം, തിരുസാന്നിധ്യ അപ്പം വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിൽ കത്തിക്കുവാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണകൾ, തിരിക്കത്രികൾ, ക്ഷാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീക്കോരികകൾ ഇവയും ഉണ്ടാക്കി. ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ പാദകൂടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 5-ാം അധ്യായം. ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. പേടകം ദേവാലയത്തിൽ. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു. 7-ാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുമ്പിൽ സമ്മേളിച്ചു. ഇസ്രായേൽ നേതാക്കളെ എല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകം എടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു. അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു. കെരൂബുകൾ പേടകത്തിനു മുകളിൽ ചിറകു വിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിനു മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ
അവയുടെ അഗ്രം കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. ഇന്നും അവ അവിടെയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോറേബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച 2 കൽപ്പലകകൾ, മറ്റൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യേ തങ്ങളെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദൂൻ എന്നിവരും അവിടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യർക്കൊപ്പം ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോടു ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരാൻ സാധിച്ചില്ല. ദിനവൃത്താന്തം 2-ാം പുസ്തകം 6-ാം അധ്യായം. സോളമന്റെ പ്രാർത്ഥന. സോളമൻ പറഞ്ഞു, താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതാ അവിടുത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരാലയം പണിതിരിക്കുന്നു. ഇസ്രായേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു. രാജാവ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈജിപ്തിൽ നിന്ന് എൻ്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എൻ്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല. എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ആരെയും നിയമിച്ചതുമില്ല. എന്നാൽ ഇതാ എൻ്റെ നാമം നിലനിർത്താൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ജനമായ ഇസ്രായേൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒരാലയം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിന്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്നാൽ കർത്താവ് എൻ്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു, എൻ്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ നീ ആഗ്രഹിച്ചല്ലോ, നല്ലതു തന്നെ. എന്നാൽ നീ ആലയം പണിയുകയില്ല. നിനക്ക് ജനിക്കാനിരിക്കുന്ന നിന്റെ മകനായിരിക്കും എൻ്റെ നാമത്തിന് ആലയം പണിയുക. കർത്താവ് തൻ്റെ വാഗ്ദാനം ഇന്നിതാ നിറവേറ്റിയിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഞാൻ ആലയം പണിതിരിക്കുന്നു. ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്നു. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. അങ്കണത്തിൽ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു. അതിന്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, സ്വർഗത്തിലും
ഭൂമിയിലും അങ്ങേക്ക് തുല്യനായി വേറൊരു ദൈവമില്ല. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളിച്ചെയ്ത പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് അധരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിർവഹിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ എൻ്റെ മുമ്പാകെ ജീവിച്ചതുപോലെ എൻ്റെ നിയമം അനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്ക് ആളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എൻ്റെ പിതാവ് ദാവീദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അവിടുത്തെ ദാസനായ ദാവീദിനോട് അരുളിച്ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും അവിടുത്തേക്ക് മതിയാകുകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കണമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിന്റെ മുമ്പിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ. കുറ്റക്കാരന് അവന്റെ പ്രവൃത്തിക്കൊത്തും നീതിമാന് അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ. അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ. അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ. അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ. അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ. ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി, വിഷമഞ്ഞ്, വെട്ടുകിളി, കീടബാധ മുതലായവയുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും കേൾക്കണമേ. അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ. അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ
ഈ ദേശത്ത് അവർ ജീവിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേല്യരിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങയെ തേടി വിദൂരത്തു നിന്ന് ആ ആലയത്തിങ്കൽ വന്നു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ. അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ. ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ. അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. അവിടുന്ന് കോപിച്ച് അവരെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ആ പ്രവാസദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്താപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി, അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുതപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ. അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവീദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർമ്മിക്കണമേ. നമ്മുടെ ദൈവമായ കർത്താവിന് നന്ദി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.